Next we discuss categories of networks. Categories of networks that we comes under mainly three categories, that is local area networks, wide area networks and metropolitan area networks. Okay, then they are basically classified according to their data rate, the data transferring rate, then the surrounding area, then the capacity of the network, etc. Okay, so we have mainly three categories, that is local area networks or LAN, wide area networks or WAN, and metropolitan area, it is known as MAN. As its name suggests, local area networks will cover only a short distance. Okay, mainly LAN is usually used by a privately owned building or an office, okay, or a campus. That is ഒരു ലിമിറ്റഡ് ഡിസ്റ്റൻസിനുള്ളിൽ മാത്രമുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലി ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് we can connect our two computers at our home and a printer. ഓക്കെ, ഒരു ഹോം ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള രണ്ട് പി സിയും ഒരു പ്രിൻറ്ററും നമുക്കൊരു ലാൻ വഴി കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്, ഒരു കമ്പനിക്കകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കമ്പനിക്കകത്തുള്ള ഫുൾ കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്ത് ഓഡിയോ വീഡിയോ പെരിഫറൽസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്കത് ഒരു ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലാൻസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു എലോ റിസോഴ്സ് ഷെയറിംഗ് ആണ്. റിസോഴ്സസ് ബിറ്റ്വീൻ വേരിയസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഓർ വർക്ക് സ്റ്റേഷൻസ് വഴി റിസോഴ്സസ് ഷെയർ ചെയ്യാനാണ് ലാൻസ് യൂസ് ചെയ്യുന്നത്. ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഐദർ ഹാർഡ്വെയർ റിസോഴ്സ്, ഒരു പ്രിൻറ്റർ, ഓക്കെ, ദാറ്റ് ഈസ് എ ഹാർഡ്വെയർ റിസോഴ്സ്, അത് ഷെയർ ചെയ്യാനായിരിക്കാം. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ, അതായത് ഒരു ആപ്ലിക്കേഷൻ, ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമുക്ക് വേറെ സിസ്റ്റത്തിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ഒരു ഓഫീസിൽ ഒരു ലാൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരെണ്ണം ഒരു സിസ്റ്റം, അതായത് ഹൈ കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ദെൻ മെമ്മറി കൂടുതലായിരിക്കും, അതുപോലെ ഡിസ്ക് ഡ്രൈവ്, അതായത് ലാർജ് കപ്പാസിറ്റി ഡിസ്ക് ഡ്രൈവ് ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് കമ്പ്യൂട്ടർ ഈസ് അസൈൻഡ് ആസ് ദി സെർവർ. ദെൻ ഈ സെർവറിലേക്ക് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ്, ദേ ആർ നോൺ ആസ് ദി ക്ലയൻറ്റ്സ്. ഓക്കെ, ദെൻ ഈ ഹോൾ ഓഫീസ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും ഈ സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, വിച്ച് ഈസ് ഷെയർഡ് ബൈ ദി ഹോൾ ഗ്രൂപ്പ്. ഓക്കെ, സോ അവിടെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ലൈസൻസിങ് റെസ്ട്രിക്ഷൻസ്, അതായത് നമ്പർ ഓഫ് യൂസേഴ്സ് പെർ, എത്ര യൂസേഴ്സിനെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ, അതല്ലെങ്കിൽ ആ ഒരു അവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അറ്റ് എ ടൈം എത്ര യൂസേഴ്സിനെ, എത്ര ലൈസൻസ്ഡ് യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അതിൻ്റെ സൈസ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ലാൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ, ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ്, അതിനകത്തുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് വിത്തിൻ എ ഷോർട്ടർ ഡിസ്റ്റൻസ് അപ് ടു എ ഫ്യൂ കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. 12 കമ്പ്യൂട്ടേഴ്സ്, ദേ ആർ കണക്റ്റഡ് ടു എ ഹബ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റാർ ടോപ്പോളജി നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ നമുക്കൊരു സെൻട്രൽ സിസ്റ്റം ഉണ്ടായിരിക്കും, അതിനകത്തേക്ക് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് എല്ലാം സിസ്റ്റത്തിനെയും ഇതിലേക്ക് കണക്ട് ചെയ്ത് ഈ ഹബിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 12 കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു എ ഹബ്. ദെൻ ഇനി ലാനിൻ്റെ ബാക്കിയുള്ള അതർ ടൈപ്സ് ഓഫ്
നെറ്റ്വർക്ക്സിൽ നിന്ന് ലാനിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് വൺ ഈസ് ഇറ്റ്സ് ദ ട്രാൻസ്മിഷൻ മീഡിയ യൂസ്ഡ് ഇൻ ലാൻ ആൻഡ് ദ അതർ വൺ ഈസ് ടോപ്പോളജി. ലാനിൽ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓൾ കമ്പ്യൂട്ടേഴ്സ് വി യൂസ് എ കോമൺ ട്രാൻസ്മിഷൻ മീഡിയ. ഇപ്പോൾ ട്വിസ്റ്റഡ് പെയർ ആണെങ്കിൽ ട്വിസ്റ്റഡ് പെയർ തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യും. കൊയാക്സിയൽ കേബിൾ ആണെങ്കിൽ കൊയാക്സിയൽ കേബിൾ യൂസ് ചെയ്യും. ഓക്കെ, കോമൺ, അതായത് ട്രാൻസ്മിഷൻ മീഡിയ കോമൺ ആയിരിക്കും. ദെൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടോപ്പോളജി എന്ന് പറയുന്നത് ബസ്, റിങ് അല്ലെങ്കിൽ സ്റ്റാർ ആയിരിക്കും. ഏർലിയർ ലാൻസിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത്, ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് 4 to 16 megabits ആയിരുന്നു. നൗ ലാൻസ് ആർ നോർമലി വർക്ക്സ് വിത്ത് എ സ്പീഡ് ഓഫ് 100 to 1000 megabits per second. That's all about LAN. Okay, so next we discuss about wide area network or WAN. അതിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം, ഇറ്റ് കവേഴ്സ് എ ലോങ് ഡിസ്റ്റൻസ്. ഈ ലോങ് ഡിസ്റ്റൻസ് ദെൻ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡേറ്റ, ഇമേജ്, ഓഡിയോ ഓർ വീഡിയോ ഇൻഫർമേഷൻ ഓവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ദാറ്റ് മേ കംപ്രൈസ് either a country or a continent or even the whole world. അപ്പോൾ ഈ വാൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്കുണ്ട്. ഒന്ന് സ്വിച്ച്ഡ് വാൻ ഉണ്ട്, അതല്ലെങ്കിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ ഉണ്ട്. സ്വിച്ച്ഡ് വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആക്ട് ആസ് എ ഇറ്റ് ഈസ് കോംപ്ലെക്സ് ഓർ ഇറ്റ് ആക്ട് ആസ് ദി ബാക്ക് ബോൺ ആൻഡ് ഇറ്റ് കണക്ട് ദി ഇൻ്റർനെറ്റ് ഓർ ആസ് സിമ്പിൾ എന്താണ് സ്വിച്ച്ഡ് വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കണക്ട്സ് ദി ഇൻ്റർനെറ്റ്. ദെൻ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ഈസ് എ ഡയലപ്പ് ലൈൻ കണക്ട്സ് ടു അവർ ടെലിഫോൺ ലൈൻ ടു അവർ ഈ കമ്പ്യൂട്ടർ, ഹോം കമ്പ്യൂട്ടർ ഓർ ടു ദി ഇൻ്റർനെറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു നമ്മളുടെ വീട്ടിലൊരു മോഡം ഉണ്ടായിരിക്കും. നമ്മളുടെ വീട്ടിൽ നിന്ന് ആ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു അവർ മോഡം. ദെൻ ദറ്റ് മോഡം ഈസ് കണക്റ്റഡ് ടു അനദർ മോഡം നിയർ ടു ദി ISP. ISP is Internet Service Provider. So there are two types. Either it is complex as the network and that is known as switched WAN, and the other one is point to point WAN. It is our home computer. It is same as our home computer connected to the internet. Okay, so point to point WAN പിന്നെ ഒന്നുകിൽ ടെലിഫോൺ അല്ലെങ്കിൽ നമ്മളുടെ TV. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ വാൻ എന്ന് അപ്പോൾ വാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ഡേറ്റ, ഇമേജ്, ഓഡിയോ ഓർ വീഡിയോ. ദിസ് ജിയോഗ്രഫിക്കൽ ഏരിയ മേ കവർ what it is, either a country or a continent or the entire world. Then there exists two types of WAN. അതാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ് സ്വിച്ച്ഡ് വാൻ ആൻഡ് point to point WAN. Switched WAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ switched WAN has an end system which is connected to another WAN. Okay, so in this diagram we can see end system A, end system B and end system C which are connected to another WANs. Okay, then point to point WAN means here we have a home computer which is connected to the modem. Then here we have modem and modem near to the internet service provider. There is a point to point WAN. Okay, so next we see the metropolitan area network. Metropolitan area network it is the intermediate in size. It has the intermediate size between the LAN and MAN. Okay, it normally covers the area just like a city. ഒരു ടൗണിലോ ഒരു സിറ്റിയിലോ ഉള്ള ഏരിയ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഓഫീസ്, ഇറ്റ് ഹാസ് സോ മെനി ബ്രാഞ്ച് ഓഫീസേഴ്സ് നിയർ ദി ഇൻസൈഡ് ദ സിറ്റി. അങ്ങനെയുള്ളതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മളുടെ ഓരോ ഇതിലും നമ്മളൊരു മാൻ സെറ്റ് ചെയ്യുന്നത് ഓരോ കസ്റ്റമേഴ്സിന്. ഇപ്പോൾ ടെലിഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഹ്യൂജ് നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ ആ ഹ്യൂജ് നെറ്റ്വർക്കിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ചെറുത് അവിടെ സെറ്റ് ചെയ്യുന്നു. ഒരു സിറ്റിക്കകത്തൊരു സെപ്പറേറ്റ് നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റിക്കകത്തുള്ള കസ്റ്റമേഴ്സിന് ഒരു ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹൈ സ്പീഡ് കണക്ടിവിറ്റി. അതേപോലെ തന്നെ കേബിൾ ടി വിയുടെ കേസിലും അങ്ങനെയുള്ളതിനാണ് നമ്മൾ മാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് okay, that's all about types of
networks. Okay, so categories of networks include local area network, wide area network and metropolitan area network.